നമസ്കാരം. എല്ലാവർക്കും ദേവലോകം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെയും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിച്ചുള്ളൂ. എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത് ഒരുപാട് നെഗറ്റീവ് ആയിരുന്നു. നെഗറ്റീവ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി, അതിനെക്കുറിച്ച് പഠനം ചെയ്തു. അത് റിയലാണോ അല്ലെങ്കിൽ പറ്റിക്കലാണോ എന്നറിയാനായിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും യാത്രകൾ ചെയ്തു. ആ യാത്രയിലൂടെ ഞാൻ കണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എന്നെ, എൻ്റെ കുടുംബത്തെയും സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഒരുപാട് വേദനകൾ, യാതനകൾ അനുഭവിച്ച് ഇപ്പോൾ സമാധാനത്തിൻ്റെ വഴിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ്. എന്തായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ? ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ കണ്ടു. ഇതായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ. എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ അതെപ്പോഴും ഉണ്ടാവും. അതെല്ലാം ഞാൻ മനസ്സിലാക്കി. എൻ്റെ ഓരോ നിമിഷത്തിൻ്റെയും വേദനകളിൽ ഞാൻ ഭഗവാനെ വിളിച്ചുകൊണ്ടിരുന്നു, അമ്മയെ വിളിച്ചുകൊണ്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ, അച്ഛൻ, ഇവരെയാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ, അത് കറക്റ്റാണ്. മാതാവ്, പിതാവ്, ഗുരു, ദൈവം. പിന്നെയാണ് മനുഷ്യൻ പാസ് ചെയ്യുന്നത്. നമ്മളെന്നും നമ്മുടെ രാത്രി കാലങ്ങളിൽ കിടക്കുന്നതിന് മുന്നേ നമ്മളിരുന്ന് നമ്മുടെ അച്ഛനെയും നമ്മുടെ അമ്മയെയും പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് നല്ലത് വരണം, ഞങ്ങൾക്ക് വേണ്ടി അമ്മയും അച്ഛനും പ്രാർത്ഥിക്കണം, സമാധാനമായിട്ട് നിങ്ങൾ ആത്മാവ്, സോള് സമാധാനമായിട്ടിരിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും, കാര്യങ്ങളെല്ലാം ചെയ്യും. അവർക്ക് വേണ്ട ഒരു വർഷം, അവരുടെ ആ സമയം വരുമ്പോൾ അവർക്ക് വേണ്ടത് പൂജകളും ഭക്ഷണങ്ങളും നമ്മൾ കൊടുക്കണം. അപ്പം ഞാൻ ആദ്യം എന്നെ ഗുരു പഠിപ്പിച്ചത് അതാണ്. മാതാവ്, പിതാവ്, അതിനുശേഷമുള്ള ഗുരു, ദൈവം. അപ്പോൾ നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ ഉണ്ടെങ്കിൽ അവരെ നന്നായിട്ട് നോക്കുക. അവർക്ക് വേണ്ടി ജീവിക്കണം. ഭാര്യ, മക്കൾ, അവർക്ക് വേണ്ടി ജീവിക്കണം, നന്നായി ജീവിക്കണം. പ്രാർത്ഥനയോടുകൂടി വേണം ജീവിതം മുന്നോട്ട് പോകാൻ. കാരണം കലിയുഗമാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു വീഡിയോയിൽ, കലിയുഗമാണ്. പല കാര്യങ്ങളും നമ്മൾ കാണും, പല ആളുകളെയും നമ്മൾ കാണും. പക്ഷേ നമ്മളെന്ത് സത്യത്തിൻ്റെ വഴി പോയാലും നമുക്ക് നെഗറ്റീവാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേൽക്കുക, പ്രഭാത കാര്യങ്ങൾ കഴിഞ്ഞ് സൂര്യ നമസ്കാരം, ഓം സൂര്യദേവായ നമഃ 33 പ്രാവശ്യം ഭഗവാനെ പ്രാർത്ഥിക്കുക. അതിനുശേഷം വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറി എപ്പോഴും വൃത്തിയായിരിക്കണം. വിളക്ക് കത്തിക്കുക. എന്താണോ പൂക്കളുള്ളെങ്കിൽ നല്ല മണമുള്ള പൂക്കൾ വെക്കുക. ചന്ദനത്തിരി കത്തിക്കുക. 3 സെക്കൻഡ്, 3 മിനിറ്റ് നമ്മൾ പ്രാർത്ഥനയിലിരിക്കുക. ഈ പ്രാർത്ഥനയിലും നമ്മുടെ അച്ഛനും അമ്മയും പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടക്കുക. എന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാറ്റങ്ങൾ, കാരണം ഞാൻ അങ്ങനെ എൻ്റെ പിന്നിൽ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബാഡ് കൂട്ടുകെട്ട്, പല കാര്യങ്ങളിലുണ്ടായി. മദ്യപാനം, സിഗരറ്റ് വലി, പിന്നെ കൂട്ടുകെട്ട്, അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരുപാട്
എന്നുവെച്ചാൽ വൃത്തികേടല്ല, ഞാൻ ഒരുപാട് മദ്യത്തിലടിമയായി പോയ ഒരു കാലഘട്ടങ്ങളുണ്ടായി. പക്ഷെ അതിൽ നിന്നെല്ലാം ഞാൻ മാറ്റങ്ങളായി. ഞാൻ പഠിച്ചു. ഞാൻ പല യാത്രകളിലും പല ആളുകളെയും കണ്ടു, പല സന്യാസിമാരെയും കണ്ടു. അവരിൽ നിന്നെല്ലാം ഒരുപാട് ഉപദേശങ്ങളും ശിക്ഷണങ്ങളും ഞാൻ സ്വീകരിച്ചു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ജീവിതം നമ്മ കാണുന്നതല്ല, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിലിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു യാത്രയിൽ ഞാനും എൻ്റെ വൈഫും, നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ വൈഫ് ഒരു പൂജാരിണിയാണ്, സന്യാസം സ്വീകരിച്ച ഒരു സ്ത്രീയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഞങ്ങൾ തമിഴ്നാട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒരു കന്യാകുമാരിയിൽ നിന്നുള്ള യാത്രയായിരുന്നു അന്ന് രാത്രി. തൃച്ചെന്തൂർ മുരുകക്ഷേത്രം അറിയാമല്ലോ. യാത്ര ചെയ്ത് കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞങ്ങളുടെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ കടത്തിണ്ടകളിലും അല്ലെങ്കിൽ കൃഷിസ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഞങ്ങൾ കിടക്കുന്നത്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ സ്റ്റേ ആകണേ. അപ്പം നന്നായി എൻ്റെ വൈഫ് ടയേർഡായി, ഞാനും ടയേർഡായി. ഏകദേശം ഒരു 11:45 ടൈം ഞങ്ങൾ ഒരു സ്പേസിലെത്തി. ഒരു 3 കൂടി ഒരു ജംഗ്ഷനാണത്. അവിടെ ഒരു ആൽമരമുണ്ട്, പിന്നെ ഒരു ട്യൂബ് ലൈറ്റ്, ഒരു വെട്ടമുണ്ട്. ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പാണ്. അപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോളം, കരിമ്പ് ഇങ്ങനെയുള്ള തോട്ടങ്ങളാണ് കംപ്ലീറ്റ്. അപ്പോൾ ഞങ്ങൾ വന്ന സ്പേസ്, ഗൂഗിൾ മാപ്പ് നോക്കി വന്ന സ്പേസ് മാറി വേറൊരു റൂട്ടിലേക്കാണ് കയറിയിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ചിന്താഗതി ഈ വഴി തന്നെയാണ് തൃച്ചെന്തൂർ എന്നാണ്. പക്ഷെ അല്ല, റോങ് വേയിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. മാപ്പിലൊക്കെ ഞാൻ നോക്കിയപ്പോഴും റൂട്ട് വ്യത്യാസം കാണിക്കണം. പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ടയർഡായല്ലോ, ഞാൻ റെസ്റ്റിംഗ് ടൈമിൽ ഞാൻ നോക്കി. പിന്നെ എനിക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ വൈഫ് ഉറങ്ങുന്ന ടൈമിന് ഞാൻ ഉറങ്ങില്ല. ഞാൻ കാവലായിട്ട് കൂടെ ഉണ്ടാവും. എൻ്റെ കയ്യിൽ നമുക്ക് വേണ്ട പ്രൊട്ടക്ഷൻ, അതായത് കാട്ടിൽ നിന്ന് ഒരു കരിഞ്ചൂരലുണ്ട്, പിന്നെ നമ്മുടെ സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, വേറെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഫുഡ് ഉണ്ടാവും, ഫ്രൂട്ട്സ് ആയിരിക്കുള്ളൂ കൂടുതൽ. അങ്ങനെ റിലാക്സിങ് ടൈമിന് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ കരിമ്പും ചോളത്തോട്ടങ്ങളൊക്കെ ഉള്ള ഒരു സ്പേസാണത്. ഒരു ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് ഞാനും എൻ്റെ വൈഫും ആ ആൽമരത്തിൽ ഷീറ്റെല്ലാം വിരിച്ച് കമ്പിളിയെല്ലാം വിരിച്ച് ഞങ്ങളവിടെ. നല്ല കാറ്റാണ്, നല്ല തണുപ്പുണ്ടെന്ന്. അത് നവംബർ ടൈമാണത്. അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ, എൻ്റെ വൈഫ് ഉറങ്ങണയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, സൈഡ് തണുപ്പായതുകൊണ്ട് ഞാൻ സൈഡിൽ കനലൊക്കെ ഇട്ട് തീയൊക്കെ ഇട്ട് നല്ല ചൂടിലാണ് തന്നെ ഞങ്ങളുടെ ശാന്തതയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു 12:15 ടൈം, ആ സമയത്ത് ദൂരെ നിന്നൊരു തീപ്പന്തമാണ് ഞാൻ കാണുന്നത്. ഒരു പന്തം, തീ കൊളുത്തിയ ഒരു പന്തം. ഞാൻ ദൂരെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 500 മീറ്റർ ഡിസ്റ്റൻസിൽ ഞങ്ങൾ ഈ കിടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്പേസിൽ അവിടെയാണ് ഇത് കണ്ടത്. കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. കാരണം എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, പോക്കുവരവ് ചില സ്ഥലങ്ങളിലുണ്ടാവും. അപ്പോൾ അവിടെയൊന്നും നമ്മൾ സ്റ്റേ ചെയ്യാൻ പാടില്ല. അവിടെ നിന്ന് മാറി നമ്മൾ ഇരുന്നോളല്ലേ, കിടന്നോളണം, ആ സ്പേസിൽ നിൽക്കരുത്. അപ്പോൾ അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനെ ഇങ്ങനെ ടച്ച് ചെയ്തപ്പോൾ പുള്ളിക്കാരത്തേക്ക് അറിയാമല്ലോ.
പുള്ളിക്കാരത്തി അതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ വീക്ഷിച്ചാണ് കിടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് അറിയാൻ പറ്റും, എന്നിലും കൂടുതൽ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, എന്നെ കണ്ണാന്നാണ് എൻ്റെ വൈഫ് വിളിക്കുന്നത്. കണ്ണാ ശ്രദ്ധിക്കണ്ട, ശാന്തമായിട്ട് പ്രാർത്ഥനയോടെ ഇരുന്ന് ഞാൻ ഉറങ്ങാൻ പോണെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥനയെല്ലാം ചെയ്ത് അങ്ങനെ ഇരുന്ന് ചന്ദനത്തിരി എല്ലാം കത്തിച്ചു. ഞങ്ങൾ എവിടെ കിടന്നാലും 4 മൂലക്കും ചന്ദനത്തിരി കത്തിക്കും. കാരണം നമുക്ക് നെഗറ്റീവിനെ നമ്മുടെ അടുത്തേക്ക് വരുത്താണ്ടിരിക്കാൻ. പിന്നെ വേറൊരു ഐറ്റം ഉണ്ട്, അതും കത്തിച്ച് വെക്കും. അങ്ങനെ ഇരുന്നു. ഞാനതിങ്ങനെ കണ്ടു. ഒരു 2 സെക്കൻഡിൽ പന്തം പാസ് ചെയ്യണം. ഞാനും എൻ്റെ വൈഫും കണ്ടു. എൻ്റെ വൈഫ് അത് കണ്ടുകൊണ്ടിരിക്കണതാണ്, ഞാനത് കണ്ടു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സ് പറയുന്നത്, പേടിക്കരുത്, പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ദേവീദേവന്മാർ കണക്ഷൻ, അതായത് കണക്റ്റിംഗ് ആവുന്ന ടൈമാണത്. ആ ഒരു സമയത്ത് നമ്മൾ അവർ പാസ് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് അറ്റാക്ക്, അതായത് നമ്മൾ അറ്റാക്ക് ചെയ്യും, അടി കിട്ടും. അപ്പോൾ ഗുരുക്കന്മാർ അത് ഓൾറെഡി നമ്മളോടൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം മാറിക്കഴിഞ്ഞ് ഏകദേശം ഒരു 2 മണി 2:15 ആ ടൈമിന് എനിക്ക് വേറൊരു അനുഭവം. അപ്പോൾ എൻ്റെ വൈഫ് നന്നായിട്ട് ഉറങ്ങുന്ന ടൈമാണത്. ഞാനപ്പോൾ ഉറങ്ങില്ല. ഞാൻ ഉറങ്ങണത്, എൻ്റെ വൈഫ് ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കുമ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത്. പിന്നെ ഞാൻ ഒരു 6 മണി വരെയും ഉറങ്ങും. അങ്ങനെ ഒരു 2-2:15 ആയപ്പോൾ എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നെഗറ്റീവ് പാസ് ചെയ്യാൻ നേരത്തെ ഒരു സ്മെല്ല് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ചില സ്ഥലങ്ങളിൽ പട്ടിയെ കൊര അല്ലെ പട്ടി ഓളയിടലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു. കാരണം എനിക്കറിയാം പട്ടിയെ ഒന്നല്ലെങ്കിൽ പട്ടിയൊക്കെ കുരക്കുന്നത് ഏതെങ്കിലും പൈശാചികമായ ഒരു ശക്തിയെ കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആളുകൾ പാസ് ചെയ്യുമ്പോഴായിരിക്കാം കുരക്കുന്നത്, അല്ലെങ്കിൽ ഓളയിടുന്നത്. ഇങ്ങനെയുള്ള പൈശാചിക ശക്തികൾ വരുമ്പോഴാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി, ഈ സ്പേസിൽ, അതായത് ഈ ആൽമരത്തിൻ്റെ തൊട്ട് അപ്പുറം ഒരു കാണയാണ്. കാണയെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകും, കൃഷിക്ക് പോകുന്ന ഒരു വെള്ളം പാസ് ചെയ്യണ ഒരു വരമ്പാണത്. അതിലേക്കൂടി ഈ മരിച്ച ഒരാൾ നടന്ന്, അതായത് എന്നും നടന്നു പോകുന്നൊരു വഴിയാണത്. ഞങ്ങളതിൻ്റെ ഇപ്പുറത്താണ് കിടക്കുന്നത്. പന്തം കണ്ടത് നേരെ ഓപ്പോസിറ്റ് ഒരു ഏരിയയിൽ. അങ്ങനെ ഞാനത് മനസ്സിലാക്കി, നെഗറ്റീവ് പാസിങ്ങാണത്. ഞാൻ എന്ത് ചെയ്ത്, നെഗറ്റീവ് അത് ഓൾറെഡി നമ്മൾ ചന്ദനത്തിരി എവിടെ കിടന്നാലും ചന്ദനത്തിരി കാര്യങ്ങളെല്ലാം കത്തിച്ച് പ്രാർത്ഥനയോടെ അവിടെ ഇരിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ആയുധം, ഞാൻ പറഞ്ഞില്ല, ആയുധങ്ങളുണ്ടാവും. ആയുധം എന്ന് പറഞ്ഞാൽ മാരകായുധങ്ങളല്ല, കരിഞ്ചൂരൽ, പിന്നെ നമ്മളെ തേക്കിൻ്റെ, അതായത് തേക്ക് നല്ല കനമുള്ള കാതലുള്ള വടിയുണ്ട്, വെയിറ്റ് കൂടിയത്, അതുണ്ടാവും. പിന്നെ വേണ്ട നമുക്ക് അത്യാവശ്യം സാധനങ്ങളുണ്ടാവും. കുറേ നേരം കഴിഞ്ഞ് ഞാൻ ഇതിങ്ങനെ നോക്കിയിരിക്കണേ, സ്മെല്ലിങ്ങനെ പാസ് ചെയ്ത് പോയാലും ഞാനിങ്ങനെ നോക്കിയിരുന്നു. കഴിഞ്ഞപ്പോൾ കുറേ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു അലറുന്നത്, ഒരു സ്ത്രീ രൂപത്തിൻ്റെ ഒരു ശബ്ദം. പക്ഷേ സ്ത്രീ രൂപത്തിൻ്റെ ശബ്ദം വന്നിട്ട് പിന്നീട് അത് മനുഷ്യൻ്റെ ഒരു രീതിയിലേക്ക് മാറി, ആണിൻ്റെ ശബ്ദത്തിലേക്ക് പാസ് ചെയ്ത്, സ്ത്രീ രൂപത്തിൽ നിന്ന് ആണിൻ്റെ രൂപത്തിലേക്ക്, അതായത് ആണിൻ്റെ ശബ്ദത്തിലേക്ക് മാറി. അങ്ങനെ ആസ്വദിച്ച് കുറേ നേരം ഇങ്ങനെ ആസ്വദിച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു
3 മണിയായപ്പോൾ പോലീസ് വന്നപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങളിവിടെ സ്റ്റേ കാര്യം പറഞ്ഞു. വഴിതെറ്റി, ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വന്നത്, വഴിതെറ്റി, അപ്പോൾ ഇവിടെയാണ് കിടന്നത്. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത്, ഈ ഒരു സ്ഥലം പല മരണങ്ങളും ആക്സിഡൻറ്റുകളും പല തൂങ്ങി മരണങ്ങളെല്ലാം നടന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, അവിടെ തിരുടന്മാർ, അതായത് കള്ളന്മാരുടെ ഒരു കോളനി ഉണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നാൽ അപ്പോൾ തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കണം. ഈ സ്ഥലം അവർ പേരും പറഞ്ഞു തന്നു, സ്ഥലത്തിൻ്റെ പേര് അതൊന്നും ഞാൻ പറയുന്നില്ല, പേരും പറഞ്ഞു തന്നു. ശരി സാർ, താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സേഫാണല്ലോ എന്ന് പറഞ്ഞു. സേഫാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ആ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പം മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഞങ്ങൾ വഴി തെറ്റിപ്പോയി ഒരു സ്ഥലത്തെത്തിയെങ്കിലും ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ ഞങ്ങൾക്കുണ്ട്. അതായത് ഞങ്ങളുടെ പ്രാർത്ഥനയും, പിന്നെ എൻ്റെ വൈഫ് ഒരു ദേവി ഉപാസന ഒരു സ്ത്രീ ആയതുകൊണ്ടിട്ട് നമ്മൾക്ക് നെഗറ്റീവ് വരില്ല, നമ്മുടെ അടുത്തേക്കോ അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാനോ വരില്ല. പിന്നെ ഞാനൊരു ശിവ പൂജാരിയാണ്. എൻ്റെ വൈഫ് അമ്മയെ പ്രാർത്ഥിക്കുന്ന ആളാണ്. ഉടമ്പിൽ എൻ്റെ ഭാര്യയുടെ ശരീരത്തെ അമ്മ കുടികൊള്ളുന്നതാണ്. അപ്പം അത് കാരണം ഞങ്ങൾ ഫുള്ളും പ്രാർത്ഥനയും പോസിറ്റീവിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം ഒരു സമയമായപ്പോൾ വൈഫ് എഴുന്നേറ്റു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തെല്ലാം കണ്ടു, അല്ലെ എന്തെല്ലാം കേട്ടു, അല്ലെ എന്തെല്ലാം മണുത്തു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വണ്ടി ഓട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗൂഗിൾ മാപ്പ് ചിലപ്പോൾ നമ്മളെ ചതിക്കും. അതായത് എൻ്റെ വൈഫിൻ്റെ ഒരു ഉൾവിളിയിൽ വരും നമ്മൾ വഴി തെറ്റിയെന്ന്. എൻ്റെ അടുത്ത് വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, നമ്മൾ വഴി തെറ്റിയിട്ടുണ്ട് കേട്ടോ, വഴി തെറ്റിയിട്ടുണ്ട് 3 പ്രാവശ്യം എൻ്റെ അടുത്ത് ചൊല്ലി. അപ്പോഴാണ് ഞാൻ ഈ സ്പേസിൽ സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ ഞാൻ മുന്നോട്ട് പോകില്ല, കാരണം എൻ്റെ വൈഫിൻ്റെ അനുവാദം ഇല്ലാണ്ട് ഞാൻ മുന്നിലേക്ക് പിന്നെ ഞാൻ പാസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്, നമ്മൾ വഴി തെറ്റിയാലും, ഞാനല്ല, നമ്മളെപ്പോലെയുള്ള, അതായത് നമ്മുടെ ആളുകൾ, അതായത് നമ്മളൊരു കുടുംബജീവിതത്തിലേക്ക് പാസ് ചെയ്ത് നമ്മൾ കുടുംബമായിട്ടൊക്കെ പോകുമ്പോൾ വഴി തെറ്റിയാൽ നിങ്ങൾക്കത് മനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യക്കോ മക്കൾക്കോ ആരെങ്കിലും ബോധ്യപ്പെട്ടാൽ നിങ്ങൾ പിന്നെ യാത്ര സ്റ്റോപ്പ് ചെയ്യുക അവിടെ വെച്ച്. പിന്നെ എങ്ങോട്ടും യാത്ര ചെയ്യരുത്. കാരണം പിന്നീട് നമ്മളത് കൊണ്ടുപോകുന്നത് മരണത്തിലേക്കായിരിക്കും. എന്ന് വെച്ചാൽ വഴി തെറ്റിച്ച് നമ്മുടെ ഓർമ്മകളെ മാറ്റി കണ്ണ് മൂടി നമ്മളെ കൊണ്ടുപോയി കൊല്ലും. പിന്നെ നമ്മൾക്കത് കാരണം ഒരിക്കലും നമ്മൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം ഞാൻ ഈ കണ്ട ഈ പന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആയപ്പോൾ ഞാൻ ഈ സ്ഥലമൊക്കെ സന്ദർശിച്ചു. അപ്പോൾ സന്ദർശിച്ചപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് ഒരു ദേവീക്ഷേത്രമുണ്ട്, അതിന് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു സ്പേസ് ഒരു ക്ഷേത്രമാണ്. ദേവൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ ക്ഷേത്രമാണ്. അതിന് ഓപ്പോസിറ്റ് പാർവതി മാതാവിൻ്റെ അമ്പലമാണ്. ഇത് രണ്ടും 2 സ്ഥലത്താണെന്ന് മാത്രം. പക്ഷെ അവിടുത്തെ ദേശത്തുള്ള ആളുകൾ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നതാണ്. കൃഷി ഇടത്തിലാണ് രണ്ടും ഇരിക്കുന്നത്. അപ്പം അവിടെ നിന്ന് അമ്മ ഭഗവാനിലേക്ക് ചെല്ലുന്ന ഒരു ഇതാണ് പോക്ക്. എന്ന് വെച്ചാൽ ഭഗവാനിലേക്ക് രാത്രി എത്തുന്നതാണ്. അവിടെ നിന്ന് പോയിട്ട് രാവിലെയാണ് അമ്മ തിരിച്ച് പോകുന്നത്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞു, നിങ്ങൾ രാത്രിയൊന്നും ഇവിടെ തങ്ങണ്ടില്ലായിരുന്നു. കാരണം ഈ സ്ഥലം കള്ളന്മാർ, പിടിച്ചുപറിക്കാർ, പിന്നെ എന്ന് വെച്ചാൽ ഈ ആളുകളെയൊക്കെ ആക്രമിക്കുന്ന ആളുകൾ, പണം തട്ടുന്ന ആൾ, പിന്നെ ഒരുപാട് ദുർമരണങ്ങൾ നടന്നൊരു സ്ഥലങ്ങളാണിത്. അപ്പോൾ നിങ്ങൾ ഇനിയും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോകാണ്ടിരിക്കും. നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പം ഞാനത് എൻ്റെ അനുഭവം ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾ വഴിതെറ്റി എവിടെയെങ്കിലും പോയാലും നിങ്ങളൊരിക്കലും പിന്നീട്
അവിടെ നിന്ന്, അതായത് വഴി തെറ്റിയെന്ന് മനസ്സിലായ അവിടെ വണ്ടി സ്റ്റോപ്പ് ആക്കിക്കൊള്ളണം. പിന്നെ നിങ്ങൾ മുന്നിലേക്ക് യാത്ര ഒരിക്കലും ചെയ്യരുത്. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകാലുകൾ, വെള്ളം ഉണ്ടെങ്കിൽ കൈയും മുഖവും കഴുകി നല്ല വൃത്തിയായിട്ട് പ്രാർത്ഥിക്കുക. അവിടെ ഒരു ചന്ദനത്തിരി കത്തിച്ച് വെക്കുക. വിളക്കുണ്ടെങ്കിൽ വിളക്ക് കത്തിച്ച് വെക്കുക. ഇല്ലെങ്കിൽ ചന്ദനത്തിരി ആയാലും മതി, കത്തിച്ച് വെക്കുക. പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി, ഭഗവാനെ അമ്മേ ഞങ്ങളെ ഇനി സേഫാക്കിക്കൊള്ളണം, അതായത് ഞങ്ങളെ കാത്തുകൊള്ളണം, ഞങ്ങളെ ഇനി മുന്നിലേക്ക് വിടരുത്, ഇനി നേരം വെളുക്കണ വരെ ഞങ്ങൾക്ക് കാവലുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ അവിടെ ഇരുന്ന് സമാധാനമായിട്ടിരുന്ന്